സഹോദരിമാരെ, എന്താണ് ദൈവവിളി എന്നറിയാമോ? ദൈവത്തിന്റെ വിളിയല്ലേ? ദൈവത്തിന്റെ വിളിയാണ്. ദൈവം എങ്ങനെയാണ് നമ്മളെ ഓരോരുത്തരെയും വിളിക്കുന്നത്? ഓരോ അടയാളങ്ങളിലൂടെയാണ് നമ്മൾ ദൈവം വിളിക്കുന്നത്, അല്ലേ? നമ്മളെ എല്ലാവരെയും ദൈവം വിളിച്ചതാണ്. എന്തിനു വേണ്ടി വിളിച്ചു? വിശുദ്ധരാകാൻ. ആണോ? അതെ, നമ്മളെല്ലാവരും ദൈവം വിശുദ്ധരാകാൻ വിളിച്ചു. നമുക്ക് ദൈവം ഒരു ജീവൻ തന്നിട്ടുണ്ട്, അല്ലേ? ആ ജീവൻ തന്നെ നമ്മുടെ ദൈവത്തിന്റെ ഏറ്റവും വലിയൊരു ദാനമായിട്ടാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കിയിരിക്കുന്നതും ജീവിക്കുന്നതും, അല്ലേ? ആ ജീവൻ നമുക്ക് എങ്ങനെ നിലനിർത്താൻ പറ്റും? നമ്മുടെ ജീവിതത്തിലൂടെ വേണം നമുക്കത് നിലനിർത്തുവാൻ, അല്ലേ? അപ്പം നമ്മൾ കിട്ടിയ വിളി, അത് രണ്ട് തരത്തിലുള്ള വിളിയുണ്ട്, അല്ലേ? ഏതെല്ലാമാണ്? ദൈവവിളി എന്ന് പറയുമ്പോൾ എല്ലാ വിളികളും, നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടത് വിശുദ്ധരാകുവാനാണ്. അപ്പോൾ എല്ലാ വിളികളും ശ്രേഷ്ഠമായതാണ്. ഇപ്പം നമ്മൾ വിചാരിക്കും പിന്നെ അച്ഛനാകുന്നതോ സിസ്റ്റർ ആകുന്നതോ അത് മാത്രമാണ് ദൈവവിളി എന്ന്. അതല്ല, അത് മാത്രം ഒരു ദൈവവിളി അല്ല, എല്ലാം ദൈവവിളിയാണ്. അതായത് ഒരു കുടുംബജീവിതത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കുടുംബജീവിതം ഒരു ദൈവവിളിയാണോ? അതെ, അത് ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ഒരു ദൈവവിളി തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ കുടുംബം വളരെയേറെ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും ആകുലതകളും എല്ലാം ഉള്ള ഒരു ശ്രേഷ്ഠമായ ജീവിതം നയിക്കുന്ന ഒരു സമൂഹമാണ് കുടുംബം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അതിനെയൊക്കെ നമ്മൾ അതിജീവിക്കണം. അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ദൈവ സാന്നിധ്യം, ദൈവമഹത്വം, ദൈവത്തിൻ്റെ ഇഷ്ടം, ഹിതം എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ദൈവവിളി പൂർണ്ണതയിലേക്ക് എത്തുന്നത്, അല്ലേ? അതെ. അപ്പോൾ നമ്മൾ കിട്ടിയ വിളി, ഇപ്പം എക്സാമ്പിൾ, ഞാൻ ദൈവത്തിന് പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലേ? അപ്പോൾ എന്നെ വിളിച്ചതിന് മുമ്പ് ഈശോ ഒത്തിരി പേരെ വിളിച്ചിട്ടുണ്ട്, ഉണ്ടോ? ഈശോ എന്താണ് പറഞ്ഞത്? ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ. എന്താണ് സുവിശേഷം? യേശുവിൻ്റെ ആ നല്ല സന്ദേശമാണ് എല്ലാവർക്കും വേണ്ടതെന്നാണ് ആഗ്രഹിക്കുന്നത്, അല്ലേ? അങ്ങനെയാണോ? അതെ. അപ്പം നമ്മളെല്ലാവരും നല്ല സന്തോഷത്തിന് വേണ്ടി നല്ലൊരു മെസ്സേജ് കിട്ടുവാനല്ലേ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ പിതാവായ ദൈവം പരിശുദ്ധ കന്യാമറിയത്തെ വിളിച്ചോ? അതൊരു ദൈവവിളിയായിരുന്നില്ലേ? എന്തിനാണ്? ആ സദ്വാർത്ത ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ പിതാവായ ദൈവം ഒരു വ്യക്തിത്വത്തെ തിരഞ്ഞെടുത്തു. അതാണ് നമ്മുടെ പരിശുദ്ധ കന്യകാമറിയം. അപ്പോൾ ആ മറിയത്തിലൂടെ യേശുവിൻ്റെ സാന്നിധ്യവും യേശുവിൻ്റെ രക്ഷാകര ചരിത്രം മുഴുവനും ലോകത്തിന് ആഹ്വാനം ചെയ്യുകയും അതിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആ അമ്മ വഴി സാധിക്കുന്നുണ്ട്. നമ്മളും ആ മഹത്വത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ, അല്ലേ? അതെ. അത് അങ്ങനെ നമ്മൾ ആ അമ്മയിലൂടെ, അതോടൊപ്പം തന്നെ യേശു ശിഷ്യന്മാരെ വിളിച്ചു, അല്ലേ? അവർ ഏതൊക്കെ സാഹചര്യത്തിലായിരുന്നു? ചിലവർ മീൻ പിടിക്കുമ്പോഴായിരുന്നു, ചിലവർ വല നന്നാക്കുമ്പോഴായിരുന്നു, ചിലവർ ചുങ്കം പിരിക്കുമ്പോഴായിരുന്നു. അപ്പോഴൊക്കെ ആ ദൈവത്തിൻ്റെ വിളി ഉൾക്കൊണ്ടുകൊണ്ട് ഉടനെ അവർ പോയില്ല, ഉടനെ അവർ അവരുടെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അവർ ദൈവത്തിൻ്റെ വിളിയിലൂടെ ആഹ്വാനത്തിലൂടെ കടന്നു പോവുകയായിരുന്നു ചെയ്തത്. അപ്പോൾ അതും ഒരു ശ്രേഷ്ഠമായ ജീവിതത്തിലേക്കാണ് അവരെ എത്തിക്കപ്പെട്ടത്. അങ്ങനെ നമ്മുടെ ജീവിതം ധന്യമാക്കുവാൻ വേണ്ടി നമ്മളെ ദൈവം വിളിച്ചത് നമ്മൾക്കത് നിശ്ചലമായിട്ട് നിൽക്കുവാനല്ല, നമ്മൾ ലോകത്തിലേക്ക് കടന്നു ചെന്ന് നമ്മൾ അനുഭവിച്ച ക്രിസ്തുവിനെ, നമ്മൾ തിരിച്ചറിഞ്ഞ ആ ക്രിസ്തുനാഥനെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് സമൂഹത്തിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നമ്മളും ദൈവത്തിൻ്റെ മഹത്വത്തിൽ ഭാഗഭാഗരാകും, അല്ലേ? പിന്നെ അത് മാത്രമല്ല, നമ്മളൊരു വിശുദ്ധരാകാനാണല്ലോ വിളിക്കപ്പെട്ടത്. അപ്പോൾ ആ വിശുദ്ധി അനുദിനം നമ്മൾക്ക് കൈവരിക്കണം. എങ്ങനെ കൈവരിക്കാം? നമ്മുടെ ചെറിയ ത്യാഗത്തിലൂടെയും ചെറിയ അനുഭവത്തിലൂടെയും ഒക്കെ ആ പടവുകൾ കടന്ന് നമുക്ക് ചെല്ലാം. ഇപ്പം നമ്മുടെ ഭാരതത്തിലെ വിശുദ്ധരാരൊക്കെയാണ്? നമ്മുടെ അൽഫോൻസാമയുണ്ട്, നമ്മുടെ യുഫ്രാസ്യമ്മയുണ്ട്, നമ്മുടെ മറിയം തെരേസയുണ്ട്, നമ്മുടെ ചാവറയച്ചനുണ്ട്. അങ്ങനെ ഇനിയും അനേകം പേര് വരുവാനിരിക്കുന്നു. ഒപ്പം നമ്മുടെ ലേറ്റസ്റ്റ്, അതായത് അവസാനത്തെ ഒരു ലാസ്റ്റായിട്ടുള്ള ഒരു സെയിൻ്റാണ് ആരാണ്? വിശുദ്ധ കാർലോ അക്വിറ്റസ്. യേശുവിൻ്റെ ദിവ്യകാരുണ്യത്തെ ലോകം മുഴുവനും അറിയിച്ച ഒരു വ്യക്തിത്വമാണ്. അതിലൂടെ ഒരു സൈറ്റ് വരെ തുടങ്ങി അത് നമുക്ക് കാഴ്ചവെച്ചുകൊണ്ട് ലോകത്തിന് കാഴ്ചവെച്ചിട്ടാണ് ആ കുഞ്ഞു വ്യക്തി, ആ കുഞ്ഞു വിശുദ്ധൻ
ഈ ലോകത്തിൽ നിന്നും കടന്നുപോയത്. ഇപ്പോഴത്തെ ജനറേഷനെ പോലെ ജീൻസും പാൻറ്റും ഒക്കെ ഇട്ട് ഒരു ബാഗും ഒക്കെ പിടിച്ച് കണ്ണാടിയൊക്കെ വെച്ച് ഒക്കെ നടക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അല്ലേ. ഇന്നത്തെ സാഹചര്യത്തിൽ വളർന്നു ജീവിച്ച ആ വ്യക്തിയും ലോകത്തിൻ്റെ മുമ്പിൽ, സമൂഹത്തിൻ്റെ മുമ്പിൽ ആദരിക്കപ്പെട്ട സ്വർഗത്തിൽ അവന് നല്ലൊരു സ്ഥലം ഒരുക്കുവാനായിട്ട് ആ വ്യക്തി പരിശ്രമിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഒരു വിശുദ്ധനായിട്ട് നമുക്ക് ഓരോരുത്തരും അങ്ങനെ വിശുദ്ധനായി നമുക്ക് ജീവിക്കണം. അതാണല്ലോ നമ്മുടെ എല്ലാവരുടെയും പരമപ്രധാനമായ ലക്ഷ്യവും ക്രിസ്തുനാഥൻ്റെ ആഗ്രഹവും. ഈ ആഗ്രഹത്തിനായി നമുക്ക് അനുദിനം പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. അത് സാധ്യമാകട്ടെ എന്ന് നമുക്ക് സർവീസിനോട് പ്രാർത്ഥിക്കാം.